സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന മന്ത്രിമാരുടെ ഉറപ്പിൽ വിശ്വാസമില്ലെന്ന് പിതാവ് ജയപ്രകാശ് 24നോട് 2 ദിവസത്തിനുള്ളിൽ പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ വീട്ടുപടിക്കൽ സമരം തുടങ്ങുമെന്നും ജയപ്രകാശ് വ്യക്തമാക്കി. അതേസമയം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CPIM-നും SFI-യും പ്രതിക്കൂട്ടിലാക്കി ഗവർണറും കോൺഗ്രസ് BJP നേതാക്കളും രംഗത്തെത്തി. ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് മരിച്ച സംഭവം റാഗിംഗ് പരിധിയിൽ നിന്ന് രാഷ്ട്രീയ വിഷയമായി വളർന്നു. പൊതുസമൂഹത്തിന്റെ സജീവ ചർച്ചയിലേക്ക് വിഷയത്തെ എത്തിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചു. നെടുമങ്ങാട്ടെ സിദ്ധാർത്ഥിന്റെ വസതിയിൽ അച്ഛനമ്മമാരെ ആശ്വസിപ്പിക്കാനെത്തിയ പ്രതിപക്ഷ നേതാക്കളും ഗവർണറും യഥാർത്ഥ കുറ്റവാളികൾ പിടിയിലാകുന്നതുവരെ സന്ധിയില്ലാത്ത പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ചു. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണത്തിൽ SFI-യുടെ പങ്കു വ്യക്തമായെന്ന് പറഞ്ഞ ഗവർണർ പക്ഷേ ഉന്നം വെച്ചത് CPIM-നെ. യുവാക്കളെ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്ന് പാർട്ടികൾ പിന്തിരിയണമെന്ന് TP കേസ് പരാമർശിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. Judgment in the case of the murder of TP Chandrasekharan, senior leaders have been convicted. So we will have to rethink. This society will have to rethink. പ്രതികളായ SFI-ക്കാരെ രക്ഷിക്കാനുള്ള ശ്രമം ഇപ്പോഴും നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. SFI-യെ ക്രിമിനൽ സംഘമായി വളർത്തുന്നത് മുഖ്യമന്ത്രിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. സാക്ഷാൽ ശ്രീ പിണറായി വിജയൻ തന്നെയാണ് SFI-യെ ക്രിമിനൽ സംഘമാക്കി വളർത്തി തൻ്റെ അഴിമതിയും തൻ്റെ രാഷ്ട്രീയ ജീർണതയും ഗവൺമെന്റിന്റെ ചീത്തപ്പേരും മറച്ചുപിടിക്കാനും ഡൈവേർട്ട് ചെയ്യാനും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ സിദ്ധാർത്ഥിന്റെ കുടുംബത്തോടൊപ്പമെന്നും കുറ്റവാളികൾ ആരായിരുന്നാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയോ എന്നത് വിശദമായി അന്വേഷിക്കുമെന്നും മന്ത്രി. ഇതിന്റെ കുറ്റവാളികൾ ആരായിരുന്നാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മേലാൽ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള തരത്തിലുള്ള നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുക. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് 24നോട് പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പറയുന്നവർ തന്നെയാണ് അവരെ സംരക്ഷിക്കുന്നതെന്നും ജയപ്രകാശ്. SFI നേതാക്കളെ സംരക്ഷിക്കുന്നത് അവർ തന്നെയാണ് അവർ നേതാക്കന്മാരാണ് സംരക്ഷിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ ഇതിനു മുമ്പേ പിടിക്കണമായിരുന്നല്ലോ. വെറും പ്രവർത്തകരല്ല, അവരെ നേതാക്കന്മാരാണ്. ഇതുവരെയ്ക്കുള്ള അന്വേഷണത്തിൽ പൂർണ്ണമായിട്ടും ഞാൻ തൃപ്തനല്ല. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഞാൻ വിശ്വസിക്കുന്നു. അന്വേഷണത്തിൽ പങ്കു വ്യക്തമായാലേ ഡീനിനെതിരെ നടപടി സ്വീകരിക്കാനാവൂ എന്ന് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MR ശശീന്ദ്രനാഥ് പറഞ്ഞു. യൂണിവേഴ്സിറ്റി എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തോടൊപ്പം നമ്മൾ സഹായിച്ചു. ഒരു സമ്മർദ്ദവും ഒരിടത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ നിമിഷം വരെ. സിദ്ധാർത്ഥിന്റെ കൊലപാതകികളെ CPIM സംരക്ഷിക്കുന്നുവെന്ന് V മുരളീധരനും ആരോപിച്ചു. വാസ്തവത്തിൽ നടന്നിട്ടുള്ളത് ആൾക്കൂട്ട വിചാരണയും അതിനെ തുടർന്നുള്ള ഒരർത്ഥത്തിൽ കൊലപാതകവുമാണ്. കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. മന്ത്രി GR അനിൽ, കോൺഗ്രസ് നേതാക്കളായ MM ഹസൻ, ജബി മേത്തർ, T സിദ്ദിഖ്, M ലിജു, രാഹുൽ മാങ്കൂട്ടത്തിൽ, യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ തുടങ്ങിയവരും കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. വിഷയത്തിൽ സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് പറയുന്നത് ഇങ്ങനെയാണ്: രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ പിന്തുണയ്ക്കാം, പിന്തുണയ്ക്കാതിരിക്കാം, മാധ്യമങ്ങൾക്കും അതുതന്നെ ചെയ്യാം. പക്ഷെ 2 ദിവസത്തിനുള്ളിൽ മുഴുവൻ പ്രതികളെയും പിടികൂടിയില്ല എങ്കിൽ താനടങ്ങുന്ന 3 അംഗ കുടുംബം മന്ത്രിമാരുടെയോ മുഖ്യമന്ത്രിയുടെയോ വീട്ടുപടിക്കൽ വന്നു കിടക്കും. വിഷയം രാഷ്ട്രീയമായി ഉയർത്തിയാലും ഇല്ലെങ്കിലും തങ്ങൾക്ക് നീതി കിട്ടണമെന്നാണ് സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെ ആവശ്യം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.